സജി മഞ്ഞക്കടമ്പിലും ഈ ചർച്ചയിൽ തത്സമയം പങ്കുചേരുകയാണ്. യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹം. ശ്രീ സജി മഞ്ഞക്കടമ്പിൽ, എന്തുകൊണ്ടാണ് ഇന്ന് അങ്ങ് കോട്ടയത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ കാര്യത്തിലൊരു നീതികേട് നടന്നിരിക്കുന്നു, ഒരു നീതി നിഷേധം നടന്നിരിക്കുന്നു, PJ ജോസഫിന് സീറ്റ് നിഷേധിച്ചതിലൂടെ എന്ന അഭിപ്രായ പ്രകടനം നടത്തിയത്? അങ്ങ് ഈ മാണി വിഭാഗത്തിൻ്റെ ഒരു പ്രധാന പ്രതിനിധിയാണ്. എന്നാൽ ചേരിമാറ്റത്തിൻ്റെ സാഹചര്യമുണ്ട് എന്ന് ജോസഫ് വിഭാഗം ശക്തമായി വാദിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളുമാണ് ഇന്നലെയും ഇന്നുമൊക്കെ. ആ ഘട്ടത്തിലാണ് താങ്കളുടെ പ്രതികരണം സവിശേഷ ശ്രദ്ധയാകർഷിച്ചത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നീതി നിഷേധത്തെ പറ്റിയുള്ള വേദന സജി പങ്കുവെക്കുന്നത്? ഞാൻ നീതി നിഷേധം നല്ലോ ഞാൻ പറഞ്ഞത് എന്താ, ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട പാർട്ടി വൈസ് ചെയർമാൻ ജോസ് കെ മാണി മാധ്യമങ്ങളെ കണ്ടു. ഞാൻ ആ വിഷയങ്ങൾ അറിഞ്ഞുമില്ല. അദ്ദേഹം പറഞ്ഞു എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. അദ്ദേഹം പറഞ്ഞു പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ജനാധിപത്യപരമായി ചർച്ച ചെയ്തിട്ടാണ് ഈ തോമസ് ചാഴികാടനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് ചാനൽ പറഞ്ഞു. ഞാനത് കേട്ടുമില്ല, ഞാൻ അറിഞ്ഞുമില്ല. ഏതായാലും എന്നോട് രാവിലെ മാധ്യമങ്ങൾ ചോദിച്ചു, സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ടാണോ ജോസ് കെ അല്ലെങ്കിൽ തോമസ് ചാഴികാടനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഒരു ചർച്ച മാത്രമേ നടന്നുള്ളൂ. ബഹുമാനപ്പെട്ട പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ CF തോമസ് അദ്ദേഹം ആദ്യം സംസാരിച്ചു. പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ കോട്ടയം സീറ്റിലേക്ക് മത്സരിക്കുന്നതിനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് രാവിലെ നടന്ന നമ്മുടെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ ഞങ്ങൾ മാണി സാറിനെ ധരിപ്പിച്ചിട്ടുമുണ്ട്. അത് ബഹുമാന മാണി സാറ് ആ വിഷയം ചർച്ച ചെയ്ത് മാണി സാറുമായി ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിന് വേണ്ടിയുള്ള പരിപൂർണ്ണ ചുമതല ബഹുമാനപ്പെട്ട മാണി സാറിന് കൊടുക്കുക ആണ് നമ്മൾ നിശ്ചയിക്കുന്നത്. കാര്യങ്ങൾ മാത്രമല്ലേ ഉള്ളത്? അല്ല, ഞാൻ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗമാണല്ലോ. സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗമാണ്. ഞാൻ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അംഗമല്ല. അവിടെ എന്ത് തീരുമാനമെടുത്തെന്ന് എനിക്ക് അറിയുകയില്ല. എന്നാലും അതിനുശേഷം വർക്കിംഗ് ചെയർമാൻ ആവശ്യപ്പെട്ടു, ബഹുമാനപ്പെട്ട പ്രസംഗിച്ച് അദ്ദേഹം പറഞ്ഞു, എൻ്റെ പ്രതിനിധിയായ പാർട്ടി ചെയർമാൻ KM മാണി സാറിൻ്റെ അടുത്ത് ഞാൻ ഈ വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിന് വ്യക്തമായ തീരുമാനമുണ്ടാക്കും, അതിനുവേണ്ടി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുന്നു അദ്ദേഹവും പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ നടന്നുള്ളൂ. അപ്പോൾ എന്താണെന്ന് പൂർണ്ണമായും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിന് ആര് സ്ഥാനാർത്ഥിയാകണമെന്ന് നിശ്ചയിക്കാനുള്ള അധികാരം ബഹുമാനപ്പെട്ട മാണി സാർ അവിടെ കൊടുത്തു. അവിടെ തോമസ് ചാഴികാടൻ സ്ഥാനാർത്ഥിയാകണമെന്നോ അല്ലെങ്കിൽ PJ ജോസഫ് സ്ഥാനാർത്ഥിയാകണമെന്നോ ഒന്നും ഇവിടെ ചർച്ച നടന്നില്ല. അല്ലെങ്കിൽ ഇന്നയാളാകണം ഇന്നയാളാകണ്ട എന്നോ ചർച്ച നടന്നില്ല. ചില ആളുകൾ ഒന്നിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു. പുറത്തുനിന്നുള്ളവരാകാൻ പാടില്ല, MLA-മാരായ മത്സരിക്കാതിരിക്കുന്നത് നല്ലത് എന്നൊക്കെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ പാർട്ടി നേതൃത്വം ഇടപെട്ടു. അങ്ങനെ ചർച്ച ആവശ്യമില്ല, ഇത് പാർട്ടി ചെയർമാനെ പൂർണ്ണമായി ചുമതലപ്പെടുത്തിയിരിക്കുന്നു, അദ്ദേഹം തീരുമാനമെടുക്കട്ടെ, അദ്ദേഹത്തിൻ്റെ തീരുമാനം അംഗീകരിക്കുക എന്നാണ് അവിടെ പറയുകയുണ്ടായത്. പക്ഷേ എന്തായിരുന്നുണ്ടായ കൺഫ്യൂഷൻ, ബഹുമാനപ്പെട്ട ജോസ് കെ മാണി ഈ പറഞ്ഞ പോലെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തു എന്ന് പറയുകയും ഞാനത് ചർച്ച ചെയ്തില്ല എന്ന് പറയുകയും ചെയ്തപ്പോൾ മാധ്യമങ്ങൾ ഉടനെ പറഞ്ഞു യൂത്ത് ഫ്രണ്ട് ജോസ് കെ മാണിയെ അല്ലെങ്കിൽ തള്ളി യൂത്ത് ഫ്രണ്ട് എന്ന് പറഞ്ഞ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു. അതാണ് നിലവിൽ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഞാനെന്താ പറഞ്ഞത്, പ്രിയപ്പെട്ട മാണി സാറ് പാർട്ടിയുടെ ചെയർമാൻ, അദ്ദേഹം മത്സരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ സീറ്റ് കൊടുക്കണം. ഞാൻ യൂത്ത് ഫ്രണ്ട് സീറ്റ് ആവശ്യപ്പെട്ടു. ഞങ്ങൾ 14 ജില്ലാ പ്രസിഡന്റുമാരും കൂടി ഒപ്പിട്ട് ബഹുമാനപ്പെട്ട പാർട്ടി ചെയർമാൻ മാണി സാറിനും PJ ജോസഫ് സാറിനും ഡെപ്യൂട്ടി ചെയർമാൻ CF സാറിനും അതുപോലെ ബഹുമാന വൈസ് ചെയർമാൻ ജോസ് കെ മാണിക്കും MLA-മാർക്കും കത്ത് കൊടുത്തു. ആ കത്തിൽ ഞങ്ങൾ പറഞ്ഞു പാർട്ടിയുടെ സീനിയർ നേതാക്കന്മാരായ ബഹുമാനപ്പെട്ട മാണി സാറോ അല്ലെങ്കിൽ PJ ജോസഫ് സാറിനെ പോലെയുള്ള അല്ലെങ്കിൽ ജോയി ഇബ്രാഹിം സാറിനെ പോലുള്ള സീനിയർ നേതാക്കൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഒരു സീറ്റ് ലഭിക്കുന്നുള്ളൂവെങ്കിൽ യൂത്ത് ഫണ്ട് ക്ലെയിം ഉപേക്ഷിക്കുന്നു അവസരത്തെ പറ്റിയല്ല നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇവിടെ ഇന്ന് ജോസ് കെ മാണി പ്രതികരിച്ച വാചകങ്ങൾ ഞാൻ പറയാം അങ്ങയോട്. സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ കാര്യത്തെ പറ്റിയുള്ള ജോസ് കെ മാണിയുടെ പ്രതികരണമാണ്. വലിയ ഒരു പ്രതികരണം അവിടെ വന്നു. അങ്ങീ പറഞ്ഞില്ലേ നിസാരമായിട്ട് അവിടെ ഇവിടെ ചില അഭിപ്രായങ്ങൾ വന്നു. അങ്ങനെയല്ല ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ ആ സ്വരങ്ങളെ പരിഗണിച്ചത്. വലിയ ഒരു പ്രതികരണം അവിടെ വന്നു, പലയിടങ്ങളിൽ നിന്നും വന്നു. അപ്പോൾ തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി പാർട്ടി ചെയർമാനെ ചുമതല ഏൽപ്പിച്ചു. അതൊരു കീഴ്വഴക്കമാണ്. അവിടെ തന്നെ ആവശ്യം മുന്നോട്ട് വെച്ചു. ഈ പറയുന്ന സംസ്ഥാന നേതാക്കന്മാരോടൊപ്പം പ്രധാനമായും കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ നേതാക്കന്മാരുമായി ചർച്ച ചെയ്യണം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ സംസ്ഥാന നേതാക്കൾ ചർച്ച നടത്തി, അവരുടെ ഡോക്യുമെൻറ്റേഷൻ നടത്തി. അതിനുശേഷം എന്താണ് കൃത്യമായുള്ള താഴെത്തട്ടിലുള്ള വികാരം അതും മനസ്സിലാക്കാനുള്ള ചർച്ച നടത്തി. വളരെ ജനാധിപത്യപരമായി കാര്യങ്ങൾ ചെയ്തതാണോ തെറ്റായിപ്പോയത്? ഇതാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ വികാരം എന്ന നിലയിൽ ഇന്നിപ്പോൾ ജോസ് കെ മാണി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ജോസ് കെ മാണി പറഞ്ഞത് എനിക്കറിയില്ല. ഒറ്റ കാര്യമുള്ളൂ, സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ തീരുമാനമെടുത്തത് മാണി സാറാണ് പറഞ്ഞത്. ഏത് ഞാൻ കോട്ടയത്തെ പ്രാദേശിക നേതാക്കന്മാരുമായി താഴെത്തട്ടിലുള്ള ആളുകളുമായി ചർച്ച ചെയ്ത് വരുന്ന ദിവസം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് മാണി സാറാണ് പറഞ്ഞത്. അല്ലാതെ അവിടെ ആരും താഴെത്തട്ടിലുള്ള ആളുകളോട് ചർച്ച ചെയ്യണമെന്നൊന്നും പറഞ്ഞാൽ അവിടെ ചർച്ച നടന്നിട്ടില്ല. അത് ബഹുമാനപ്പെട്ട മാണി സാർ തന്നെയാണ് പറഞ്ഞത്.
ജോസ് കെ മാണി MP അവിടെ എനിക്ക് തോന്നുന്നു അദ്ദേഹം സംസാരിച്ചില്ല. സംസാരിച്ച ആളുകൾ PJ ജോസഫ് സാറ്, ജോയി എബ്രാഹിം സാറ്, CF തോമസ് സാറ്. സജി ആദ്യം കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ ഈ ഭാഗം വിട്ടുപോയല്ലോ. തർക്കമൊന്നും മാണി സാറിനെ ചുമതലയേൽപ്പിച്ചു, ഒരു എതിർസ്വരവും ഇല്ല എന്ന മട്ടിലാണ് സജി ഇത് അവതരിപ്പിച്ചത്. അങ്ങനെയല്ല, എതിർസ്വരം വന്നു എന്ന് മാത്രവുമല്ല, മാണി സാറിനെ വെറുതെ ചുമതലയേൽപ്പിക്കുകയല്ല, ഒരു പ്രത്യേക വികാരം അവിടെ രൂപപ്പെടുന്നു. അവിടെ മറ്റുള്ള ആളുകളുമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന ആവശ്യകത മാണി സാറിന് ബോധ്യപ്പെടുന്നു. ആ കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് തീരുമാനം മാണി സാറ് കൈക്കൊള്ളും എന്ന നിലയിലേക്ക് അത് പിരിയുന്നു. അല്ല, എന്താ പറഞ്ഞത് അവിടെ പ്രസംഗിച്ച് ഞാൻ കേട്ട പ്രസംഗം ഇങ്ങനെയാണ്. PJ ജോസഫ് സാറും അതുപോലെ ഡെപ്യൂട്ടി ചെയർമാൻ CF തോമസ് സാറും ജോയി എബ്രാഹിം സാറും പറഞ്ഞത്, രാവിലെ പാർലമെന്ററി പാർട്ടി യോഗം ബഹുമാനപ്പെട്ട മാണി സാറിന്റെ സാന്നിധ്യത്തിൽ മാണി സാറിന്റെ വീട്ടിൽ ചേർന്നു. ആ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ PJ ജോസഫ് സാർ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങളൊക്കെ ഞങ്ങൾ പാർട്ടി ചെയർമാനെ ധരിപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കമ്മിറ്റിയിലെ കാര്യങ്ങളെ പറ്റി അങ്ങ് മാധ്യമങ്ങളോട് പറയുമ്പോൾ തന്നെ ചില ഭാഗങ്ങൾ കേൾക്കാതെ പോവുകയും വിട്ടുപോവുകയും ചെയ്യുന്നയാൾ, അങ്ങ് പങ്കെടുക്കാത്ത ഒരു കമ്മിറ്റിയിലെ കേട്ട കാര്യങ്ങളെ പറ്റി ഇപ്പോൾ വിശദീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പൊരുത്തക്കേടുണ്ട്. ഞാൻ അങ്ങയിലേക്ക് വരാം. ഞാൻ പങ്കെടുത്തില്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ ആ സ്റ്റിയറിംഗ് പാർലമെന്ററി പാർട്ടി യോഗത്തിന്റെ കാര്യമാണ് സാർ. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഇന്ന കാര്യങ്ങളെല്ലാം നടന്നു എന്ന് പാർട്ടി യോഗത്തിൽ എന്ത് സംസാരിച്ചോ എന്ത് തീരുമാനമെടുത്തോ എനിക്കറിയില്ല. പക്ഷേ അത് പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാനും ഇതാണ് കമ്മിറ്റിയിലിരിക്കുമ്പോഴും അശ്രദ്ധയാണ്, കമ്മിറ്റിയിലിരിക്കുമ്പോഴും അശ്രദ്ധയാണ്, ചർച്ചയിലിരിക്കുമ്പോഴും അശ്രദ്ധ. ചോദ്യം ശ്രദ്ധയോടെ കേൾക്കൂ. അങ്ങ് പങ്കാളി അല്ലാത്ത കമ്മിറ്റിയിലെ കാര്യങ്ങൾ അവിടെ ധരിപ്പിച്ചതിനെ പറ്റി അങ്ങ് പറയുമ്പോൾ ഞങ്ങൾ എങ്ങനെയത് മുഖവിലേക്ക് എടുക്കും? കാരണം അങ്ങ് പങ്കാളിയായിരുന്ന കമ്മിറ്റിയിലെ കാര്യങ്ങൾ വ്യക്തതയോടെ അങ്ങ് അവതരിപ്പിക്കുന്നില്ല. ഇതാണ് പ്രശ്നം. അപ്പോൾ അതൊരു അശ്രദ്ധയാണോ, അതോ മാനസികമായ ഏതെങ്കിലും ഒരു പിരിമുറുക്കത്തിന്റെ ഭാഗമായി വരുന്ന പ്രതികരണമാണോ എന്നത് നമുക്ക് വിശദമായി പരിശോധിക്കാം. അങ്ങ് ആകുലപ്പെടാതെ, അങ്ങ് അക്ഷമനാകേണ്ട, ആകുലപ്പെടേണ്ട, സമാധാനമായിരിക്കും. നമുക്ക് വീണ്ടും അങ്ങയിലേക്ക് വരാം.